ഇന്ന് വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് കരുതി. കണ്ണഞ്ചേട്ടനും മോളും ശബരിമലയ്ക്ക് പോകാൻ മാല ഇട്ടതിന് ശേഷം ഞങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് അമ്പലത്തിൽ പോകാറുണ്ട്. എനിക്ക് രാവിലത്തെ ഡ്യൂട്ടി ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അങ്ങനെ ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ചിട്ടാട്ടോ ഇറങ്ങിയത്. വൈകുന്നേര സമയത്ത് അമ്പലത്തിലോട്ട് ചെന്നതും അവർ രണ്ടാളും ഓടി അകത്ത് കയറിയ ഓട്ടത്തിന് ഒരു കുറവുമില്ല. ഈ അമ്പലത്തിൻ്റെ വീഡിയോ ഞാൻ മുന്നേ 2 വീഡിയോസിൽ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ വന്ന സമയം ഏകദേശം ഒരു 6:45 7 മണിയോട് അടുപ്പിച്ച്. അപ്പം അമ്പലത്തിലെ പൂജ തുടങ്ങാറായ സമയമായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടാളും അമ്പലത്തിലെ പൂജയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ഇറങ്ങിയത്. എല്ലാം കണ്ട് പൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ സർപ്രൈസായിട്ട് നമ്മളിതേ വൈദ്യക്കുട്ടിയുടെ വീട്ടിലെത്തി. അഞ്ജുവിന് അറിയാമായിരുന്നു കേട്ടോ ഞാൻ വരുമെന്ന്, പക്ഷെ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് അമ്മയെ തൊട്ടത് അമ്മ ഞെട്ടി. അതിനുപരി ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. മീൻകറി വെച്ചുകൊണ്ടിരിക്കുമായിരുന്നേ അമ്മ. കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ അമ്മയും അഞ്ജുവിനെയും ഒക്കെ കാണുന്നത്. അതിൻ്റെ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അഞ്ജുനാണെങ്കിൽ ഒരുപാട് വിശേഷങ്ങൾ പറയാനുമുണ്ട്, എനിക്കാണെങ്കിൽ സമയമില്ല. അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും കേട്ടോ, മീൻകറി ആയാലും മീൻ വറുത്തതായാലും എല്ലാം. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടം കേട്ടോ. മീൻ വറുത്തതിനകത്ത് അമ്മ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇടുമായിരുന്നു. പക്ഷേ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു, കാരണം ഞാൻ 2 സ്വാമിമാരുടെ കൂടെ വന്നതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ നോൺ വെജ് കഴിക്കാറില്ല. അങ്ങനെ ഞങ്ങൾ വന്നതുകൊണ്ട് തന്നെ അഞ്ചു വേഗം വെള്ളം കലക്കി തന്നു. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ, കാരണം നല്ല ദാഹിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ രസ്ന വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ശനിയാഴ്ച നമ്മുടെ സ്വാമിമാർ പോകുന്നതിൻ്റെ കഞ്ഞിസദ്യ നടത്തും അമ്പലത്തിൽ. അപ്പോൾ അതൊക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ വൈദ്യക്കുട്ടിയായിട്ട് കുറച്ച് നേരം സംസാരിച്ചു. കിളിക്കാൻ പറ്റിയാട്ടോ, അവൾക്കാണെങ്കിൽ ശ്രേയക്കുട്ടിയെ കണ്ടാൽ പിന്നെ ശ്രേയ എടുക്കണം. അങ്ങനെ ശ്രേയയും സഞ്ജുവും വൈദ്യക്കുട്ടിയും എല്ലാവരും കൂടെ ചേർന്ന് കുറച്ച് നേരം ഇരുന്ന് കളിച്ചു. അങ്ങനെ നമ്മളിതേൻ്റെ വേഗം യാത്ര പറഞ്ഞ് ഇറങ്ങാൻ പോവാട്ടോ, കാരണം പിറ്റേ ദിവസം പിള്ളേർക്ക് സ്കൂളിൽ പോകണം. അമ്മയ്ക്കാണെങ്കിൽ ഞങ്ങൾ വന്നിട്ട് പെട്ടെന്ന് പോകുന്നതിൻ്റെ ഒരു സങ്കടമുണ്ട് കേട്ടോ. എന്തെന്ന് വെച്ചാൽ കണ്ണഞ്ചേട്ടനും മോളും സ്വാമി ആയതുകൊണ്ട് തന്നെ മീനും മീൻകറിയൊന്നും കഴിച്ചുകൂടല്ലോ. അപ്പം വേറെ ഒന്നും ഉണ്ടാക്കാനുള്ള സമയവും ഇല്ല. ഞങ്ങൾക്കും അതെ വേഗം പോകണമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആകെ ഒരു കൺഫ്യൂഷനായിരുന്നേ. അങ്ങനെ ഞങ്ങൾ വേണ്ട പോകാൻ നേരം അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് ഞങ്ങൾ പെട്ടെന്ന് പോകുന്നതിന്. എന്തായാലും കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ തന്ന് വൈദുവും അഞ്ചും എല്ലാവരും ഞങ്ങളോട് യാത്രയൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വേഗം ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നേരം 2 പേർക്കും ദോശ വേണമെന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ സ്വാമിയും കൂടെ അല്ലേ മേടിച്ചു കൊടുക്കാൻ നേരം ഞങ്ങൾ ഹോട്ടൽ ഗണേഷിൽ വന്നേ, കുണ്ട്രയിൽ. അതാകുമ്പം വെജിറ്റേറിയൻ ഹോട്ടലാണ്. അങ്ങനെ നമ്മുടെ സാധാ നോർമൽ പ്ലെയിൻ ദോശ ഓർഡർ ചെയ്തു. സഞ്ജുകുട്ടനാണെങ്കിൽ ചമ്മന്തിക്കറിക്കകത്ത് മുക്കി കഴിച്ചത് നല്ല എരിവുണ്ടായിരുന്നു. അവനോട് പറയേണ്ട, അവന് മനസ്സിലാവുന്നില്ലായിരുന്നു. കഴിച്ചപ്പം മനസ്സിലായ എരിയാണെന്ന്. അങ്ങനെ ഞാനും വേണ്ട സെയിം പ്ലെയിൻ ദോശ തന്നെ കഴിച്ചു. ഞങ്ങളെല്ലാവരും കഴിച്ചതിന് ശേഷം നമ്മുടെ സ്വന്തം പെരുമ്പുഴയിലോട്ട് വീണ്ടും തിരിച്ചു വന്നു. അങ്ങനെ ഞങ്ങളിതേ ഞങ്ങളുടെ വീട്ടിലെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.